ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു പറ്റുമ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. ഈ വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഒരു മേയർക്ക് സാധിക്കില്ല. ഒരു മേയർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചോ ആണ്. അതിൽ ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെ മേയർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ പ്രസക്തി? ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച് ഈ മാസങ്ങളിലൊക്കെ സുഗതൻ ഹാജരായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ വിഷ്വൽസ് കാണുമല്ലോ. അതെങ്ങനെയാണ് ഒരു സ്റ്റാക്ക് നശിപ്പിക്കുക? ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തരുത്. ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ പേജ് വലിച്ചു കീറിക്കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതിയല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിലോ സമീപിക്കാമല്ലോ. നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ? ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിലപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാ പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരും ഒപ്പുരേഖകളുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ വലിയ സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. CPM-ഉം UDF-ഉം BJP-യും ഇവർ തമ്മിൽ പോരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭാ മേയർ VV രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. അജണ്ട ചർച്ച ചെയ്യാൻ വേണ്ടി അജണ്ടയുടെ എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് ബഹളമയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് രഹസ്യമല്ലല്ലോ. 101 കൗൺസിലർമാർക്കും കൗൺസിലർ എന്നുള്ളതിലേക്ക് സംരക്ഷണം കൊടുത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കും. അത് രഹസ്യമല്ല, പരസ്യമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഈ വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഒരു മേയർക്ക് സാധിക്കില്ല. ഒരു മേയർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചോ ആണ്. അതിൽ ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെ മേയർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ പ്രസക്തി? പിന്നെ ഈ അറ്റൻഡൻസ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആവർത്തിച്ച് നിങ്ങൾ ചിലർ അറിഞ്ഞില്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ നടിക്കുന്നത് മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 4 തരത്തിലുള്ള രേഖകളുണ്ട്. കേസ് മാർട്ടുണ്ട്. ഇന്നിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വന്നവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും കേസ് മാർട്ടിലുണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോ ഉണ്ട്, ഡേറ്റഡ് ഫോട്ടോ ഉണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 3-4 മാസത്തിലെ കൗൺസിലിലെ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സുഗതൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച് ഈ മാസങ്ങളിലൊക്കെ സുഗതൻ ഹാജരായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ വിഷ്വൽസ് കാണുമല്ലോ. അതെങ്ങനെയാണ് ഒരു സ്റ്റാക്ക് നശിപ്പിക്കുക? ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തരുത്. ഇന്ന് പങ്കെടുത്ത കൗൺസിലർമാർക്ക് അവിടെ വെച്ച് അപ്പോൾ തന്നെ ജീവനക്കാരൻ കൊടുത്ത ഫോഴ്സിൽ, ആ ജീവനക്കാരൻ ഇവിടെ ഉണ്ട്, ഞാനത് കഴിഞ്ഞ് സംസാരിക്കാം എന്താ സംഭവിച്ചത്. ആ ജീവനക്കാരൻ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഒരു പാവപ്പെട്ട ജീവനക്കാരൻ. ആ ജീവനക്കാരൻ കൊടുത്ത സാഹചര്യം വെച്ച് അത് ഒപ്പിട്ട് അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം ഈ ഇവിടെ എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് എന്ന്, അത് എനിക്ക് തോന്നുന്നു സ്വന്തം പ്രസക്തിയും സാന്നിധ്യവും അറിയിക്കുവാൻ വേണ്ടി ആയിരിക്കാം. ഇങ്ങനെയുള്ള ഷോ ഓഫിൻ്റെ ഒക്കെ കാര്യമുണ്ടോ? ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള സാധനമല്ലേ. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടില്ല, സർട്ടിഫൈഡ് കോപ്പി. അതിന് പകരം മറ്റുള്ളവർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതിനെ എടുത്ത് എന്തോ കണ്ടുപിടിച്ചതുപോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനെല്ലോ കണ്ടുപിടിച്ചതുപോലെ എടുത്ത് പ്രദർശിപ്പിച്ച് കാണിക്കുക, മറ്റുള്ള ആർക്കും ഒപ്പിടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുക. അതിനിടയിൽ ഗ്ലാസ്സിൽ കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്ത് ഒഴിക്കുക, ചൂടുവെള്ളം വെള്ളം എടുത്ത് അപ്പം സ്വാഭാവികമായിട്ടും മഷി പടർന്നു പോയില്ലേ. അതിൽ 1-2 പേജുകൾ കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ പേജ് വലിച്ചു കീറിക്കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതിയല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിലോ സമീപിക്കാമല്ലോ. നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ? അപ്പോൾ ഒരു ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 1-ൽ കൂടുതൽ വനിതാ കൗൺസിലർ അർച്ചന മണിയുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, പെയിനെന്ന് കരുതി പറഞ്ഞു പോയിട്ടുണ്ട്. 1-ൽ കൂടുതൽ പേർ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല.
സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്, ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിനപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാ പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരും ഒപ്പുരേഖകളുണ്ട്. ഇത് കേസ് മാറ്റിലുള്ളതല്ലേ. അപ്പം അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു യോഗത്തിനെ, ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാമോ? അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ? അവിടെ നിന്നല്ലേ എല്ലാ പേർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂറോളം സമയം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ ഈ കൗൺസിൽ തുടങ്ങിയത്, ഈ കൗൺസിൽ യോഗം. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയും ആ മന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ ആശയപരം ഒരിക്കലും യോജിക്കാത്ത പാർട്ടികളല്ലേ. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ തുടങ്ങിയത് ഈ കൗൺസിൽ യോഗം. അത് രേഖകളുണ്ടാവില്ലേ? അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. തയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിൻ്റെ അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെന്താ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ പരത്തിയത്? സുഗതൻ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ടല്ലോ, കേസ് മാറ്റിലുണ്ടല്ലോ, രജിസ്റ്റർ ബുക്ക് മേയർ സെക്ഷനിൽ ഇരിക്കുന്നതാണ്, സമ്മതിച്ചു. കേസ് മാറ്റിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. സുഗതൻ 2 കൗൺസിൽ ഒപ്പിട്ടില്ലെന്നല്ലേ മാധ്യമങ്ങളോടൊക്കെ തന്നെ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് കളവായ കാര്യമല്ലേ? അങ്ങനെ മാധ്യമ സമൂഹത്തെ ധരിപ്പിക്കാമോ? അതുകൊണ്ടല്ലേ ഇന്നത്തെ കൗൺസിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 3ാമത്തെ കൗൺസിൽ അദ്ദേഹം വന്നില്ല, ഇന്ന് അയോഗ്യനാവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ഒന്നും സംഭവിച്ചില്ലല്ലോ. പത്തൊൻപത് ചെയ്യില്ല, ജയിലിൽ കിടക്കുന്ന ആളിനെ ഞാനും അങ്ങ് വിചാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ? അത് ചോദ്യത്തിനൊരു കോമൺ സെൻസ് ഉണ്ട്. ഇപ്പോൾ ജയിലിൽ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തൂടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അതിന് കോടതിയെ സമീപിക്കും. ഇതിലൊക്കെ ഇനി പ്രസക്തിയില്ല. ഇന്ന് 2.5 പേരുണ്ടായിരുന്നു. നോക്കട്ടെ, ബാക്കിയെല്ലാം പരിശോധിച്ചതിന് ശേഷം ബാക്കിയെല്ലാം എന്തേ അതെ, പലതരത്തിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. എല്ലാം പരിശോധിക്കട്ടെ. ഓരോ മാധ്യമങ്ങളും ഓരോ വിഷ്വൽസാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പരിശോധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് മിനിറ്റുകളിലേ ആയുള്ളൂ. ഞാൻ പരിശോധിക്കട്ടെ, പറയാം. അങ്ങനെയല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ഷർട്ട് ചെമ്പഴം ചെയ്താൽ നേരിട്ട് വന്നു. അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര നന്നായിട്ട് നെഞ്ച് വേദനയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. പരിശോധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ. അല്ല, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് അനുവദിക്കാനും പാടില്ല. ഈ നിങ്ങൾ രജിസ്റ്റർ ബുക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാതെ അവിടെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അത് മാധ്യമ പ്രവർത്തകർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകൾ നശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഭരണസമിതി മാറിയാലും ഈ രേഖകളൊക്കെ ഇവിടെ വേണ്ടേ? അതാണ്. വേറെ വനിതാ കൗൺസിലർ മുഖം അവര് വളരെ വലിയ പെയിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ചൂടുവെള്ളം വിഷ്വലുണ്ട്, അതിന്റെ ചൂടുവെള്ളം എടുത്ത് പോകത്ത് ഒഴിക്കുന്നത്. വിഷ്വലിനിപ്പോൾ ചൂടാണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ വെച്ചത് ചൂടുവെള്ളമാണ്. നിങ്ങളിപ്പോൾ അതൊന്ന് പറഞ്ഞത് വീണ ആളാണ് പറഞ്ഞത് തിളച്ചുള്ള വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മൈക്ക് പഠിക്കില്ലേ, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചത് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ശിവ പാർട്ടിക്ക് എന്ന കൗൺസിൽ എൻ്റെ നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർക്ക് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? തിരിച്ചു വെച്ചാൽ മിണ്ടരെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞു.
ഷിബ പാർട്ടി കൗൺസിൽ കൊടുത്തല്ലോ. അവര് കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ വിളിച്ച് ഞാൻ വേറൊരാൾ ചോദിച്ചപ്പോ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിമല കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങിയ പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടായിരുന്നു, ഇവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞത്. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിമല കൗൺസിലർ. അതായത് യൂസഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് തന്നെ യൂസഫ് എന്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ ഒന്ന് രണ്ടുപേരെ കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചതേ ഉള്ളൂ. യൂസഫിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ടു കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖകൾ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെ വീടറിയാം, അജണ്ടകൾ വീട്ടിലേക്ക് എത്തിക്കുന്ന. അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത ആളിന് കൊടുക്കും, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കും. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പൊ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കും. ഇന്ന് ഇത്രയും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നോണ്ട് പ്രശ്നമല്ല. ഓക്കെ, ശരി. അപ്പം